ടു സൈലം ലേണിംഗ്. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് കറണ്ടിനെ കുറിച്ചിട്ടാണ്, അതായത് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെ. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ വൈദ്യുത പ്രവാഹ തീവ്രത, അതിന്റെ ഇക്വേഷൻ ആണ് I is equal to W divided by Q. ഇവിടെ I എന്ന് പറയുന്നത് എന്താണ് മക്കളെ? കറണ്ട് ആണ്. Q എന്ന് പറയുന്നത് ചാർജ് ആണ്. T എന്ന് പറയുന്നത് അതിനെടുത്ത സമയമാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവരുടെയൊക്കെ യൂണിറ്റുകളാണ്. ഐന്റെ യൂണിറ്റ് ആണ് ആംപിയർ. അതുപോലെ തന്നെ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം. ടൈമിന്റെ യൂണിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, സെക്കൻഡ് ആണ് അല്ലേ. ഓക്കെ, ഇത്രയും നമുക്ക് ഓൾറെഡി അറിയാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം കുറിച്ചിട്ടാണ്. അതിന്റെ ഇക്വേഷൻ നോക്കി വെച്ചോളൂ മക്കളെ. V is equal to W by Q. ഈ W എന്ന് പറയുന്നത് വർക്കാണ്, Q എന്ന് പറയുന്നത് ചാർജ് ആണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ Wന്റെ യൂണിറ്റ് ചോദിച്ചാൽ നമുക്ക് ജൂൾ ആണ് അല്ലെ. ജൂൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ്. Qന്റെ യൂണിറ്റ് കൂളം. ഓൾറെഡി നമുക്കറിയാം. ഇവിടെ V അല്ലെ, വോൾട്ട് ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഓംസ് ലോ. ഓംസ് ലോ എന്താണെന്ന് മക്കൾ മനസ്സിലാക്കണം കേട്ടോ. ഓം നിയമം എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെ, ഒരു സ്ഥിര താപനിലയിൽ വി വോൾട്ടേജ് ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട്. എന്താണ് മക്കളെ? വോൾട്ടേജ് കറണ്ടിന് എന്താണ്? നേരാനുപാതികമാണ്. അപ്പം ഈ ഒരു സംഭവം അല്ലെ, ഈ ഒരു ആനുപാതികം അല്ലെങ്കിൽ പ്രപ്പോർഷനാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യണം, ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് എന്ത് ചെയ്യണം? അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഈക്വൽ ടു കൊടുത്തിട്ട് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ് മക്കളെ, മനസ്സിലാക്കി വെച്ചോ, R എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ് ആണ് കേട്ടോ, പ്രതിരോധം. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. V സമം കോൺസ്റ്റന്റിന് പകരം R എന്ന് കൊടുക്കുന്നു അല്ലെ. V is equal to RI എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിയും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഓംസ് ലോന്റെ കേസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഇക്വേഷൻസ് മനസ്സിലാക്കാനുള്ളത്. ആദ്യം നമ്മൾ വിർ അല്ലെ, VIR വിർ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ, ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ. ഇനി V ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്താണ്? വീനെ ഇവിടെ വെച്ച് കൊടുത്താൽ എന്താണ്? ബാക്കിയുള്ള ആൾക്കാർ I into R അല്ലെ. ഇനി എനിക്ക് ആറിനെയാണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിച്ചു. ആറിനെയാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? R സമം V divided by I. ഓക്കെ, ഐനാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? I is equal to V by R. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. I is equal to V by R അല്ലെ. I is equal to V by R, R is equal to V by I, V is equal to IR. ആ ഇക്വേഷൻസ് മൂന്നും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ ആണ്. എന്താണ് റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ? അതെന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട് അല്ലെ. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ റെസിസ്റ്റ് ചെയ്യുക, അതാണ് റെസിസ്റ്റൻസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. അപ്പം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഓപ്പോസിസ് ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇറ്റ് ഓപ്പോസിസ് ദ ഫ്ലോ ഓഫ് കറണ്ട് അല്ലെ. വൈദ്യുതിയെ പ്രതിരോധിക്കുക, ആ ഒരു കഴിവാണ് ആക്ച്വലി പ്രതിരോധം എന്ന് പറയുന്നത് കേട്ടോ. മക്കൾ അത് മനസ്സിലാക്കി വെക്കണം. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓം. ഇതാണ് ഓം, OH ഓം. ഓക്കെ, ആറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിസ്റ്റൻസ്. പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ലാൻഡ് എന്ന് പഠിച്ചു വെച്ചാൽ എന്താണ്? ലാൻഡ് എന്ന്. L for ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. എന്താണ്? ലെങ്ത് ഓഫ് കണ്ടക്ടർ. ലെങ്ത് ഓഫ് കണ്ടക്ടർ എന്താണ്? കണ്ടക്ടറിന്റെ നീളം അല്ലെ, ചാലകത്തിന്റെ നീളം. A for ഏരിയ ഓഫ് കണ്ടക്ടർ. ഏരിയ ഓഫ് കണ്ടക്ടർ എന്താണ്? നമ്മളുടെ ചാലകത്തിന്റെ ഏരിയ അല്ലെ, ഏരിയ. ഓക്കെ, പരപ്പളവ്. നെക്സ്റ്റ് N എന്ന് പറയുന്നത് നേച്ചർ ഓഫ് മെറ്റീരിയൽ. നേച്ചർ ഓഫ് മെറ്റീരിയൽ, പദാർത്ഥത്തിന്റെ സ്വഭാവം, ഏത് ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ കോപ്പർ ആയിരിക്കും, ചിലപ്പോൾ അയൺ കൊണ്ടുണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ചിലപ്പോൾ അലൂമിനിയം കൊണ്ടായിരിക്കും. അങ്ങനെ ഓരോ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. T for ടെമ്പറേച്ചർ ആണ്, ടെമ്പറേച്ചർ. ഓക്കെ, താപനില. ഓക്കെ, അപ്പം ഇനി ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ലെങ്ത് കൂടിയാൽ, നീളം കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, ഏരിയന്റെ കേസ് ആണെങ്കിൽ ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. നെക്സ്റ്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽ അനുസരിച്ച് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും കേട്ടോ. ടെമ്പറേച്ചറിന്റെ കേസിലോട്ട് വരുമ്പം ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, റെഡി?
സെറ്റ്. ഇനി മനസ്സിലാക്കേണ്ടതാണ് റെസിസ്റ്റിവിറ്റി എന്നുള്ള ഒരാൾ. അപ്പം ഇതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡെറിവേഷനിലൂടെ കടന്നു പോകണം. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ആർ ഈസ് പ്രപ്പോർഷണൽ ടു എൽ അല്ലേ? എന്താണ്? ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, നീളം കൂടിയാൽ പ്രതിരോധം കൂടുമെന്ന് നമ്മൾ പഠിച്ചു വെച്ചു. അതുപോലെ തന്നെ പഠിച്ചതാണ് ആർ ഈസ് പ്രപ്പോർഷണൽ ടു 1/a. എന്താണ്? ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എ അല്ലേ? ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചു. ഇവർ രണ്ടുപേരെയും ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? എൽ മുകളിലാണ്, എ താഴെയാണ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഈ ഒരു സംഭവം ഉണ്ടല്ലോ മക്കളെ, ഈ ഒരു പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻസ്, ഈ നേരാനുപാതികം എന്നുള്ള ചിഹ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി കൊടുക്കാൻ പറ്റും. എങ്ങനെയാ ചെയ്യുക? ഈക്വൽ ടു എന്നുള്ള സൈൻ ഇട്ട് കൊടുത്തിട്ട് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ. ഇതൊരു മാത്സിലെ റൂളാണ് കേട്ടോ. നമ്മൾ ഫിസിക്സിലുള്ളതല്ല, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കേട്ടോ മക്കളെ. L/A എന്നാവും അല്ലേ? അപ്പം ഇനി ഈ കോൺസ്റ്റന്റിനെ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റിവിറ്റി. എന്താണ്? റെസിസ്റ്റിവിറ്റി. അതാണ് നമ്മളുടെ റോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇക്വേഷൻ കിട്ടും R is equal to റോ ഇൻറ്റു L ഡിവൈഡഡ് ബൈ A എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കിവിടെ കിട്ടും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ടും പ്രോബ്ലംസ് നമ്മളോട് ചോദിക്കാറുണ്ട്. റോ. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ. താങ്ക് യു.